പഠനത്തിൻ്റെ ഭാഗമായുള്ള സർഗാത്മക ഡയറിയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ വേദനയെ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ചുഴലി ഈസ്റ്റ് ALP സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥി നീരവ് കൃഷ്ണ കുറിച്ചത്. ഈ മിടുക്കൻ്റെ സ്വർണ്ണമോതിരങ്ങൾ DYFIയുടെ വയനാടിനായുള്ള ധനസഹായ നിധിയിലേക്ക് നൽകിക്കഴിഞ്ഞു. അങ്ങനെ വയനാട് സഹായ പ്രവാഹങ്ങൾക്കിടയിൽ താരമാകുകയാണ് നീരവ് കൃഷ്ണ. വയനാടിനെ സഹായിക്കണം, പക്ഷേ അച്ഛന് പണിയില്ല, എന്തു ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഷെൽഫിലുള്ള സ്വർണ്ണമോതിരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. സംഭവം മറ്റെങ്ങുമല്ല, ചുഴലിയിലാണ്. ചുഴലി ALP സ്കൂളിൽ 3ാം തരത്തിൽ പഠിക്കുന്ന നീരവ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു മിടുക്കൻ തൻ്റെ സർഗാത്മക രചനയിൽ ഡയറിക്കുറിപ്പിൽ എഴുതിയതാണ് ഈ വരികൾ. ഈ എഴുതിയ മിടുക്കൻ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഒപ്പം ഈ ഡയറിക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വൈറലായ അധ്യാപകനും. എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നീരവ് കൃഷ്ണ എന്ന് പറയുന്ന ഈ മിടുക്കൻ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഡയറിക്കുറിപ്പ് എഴുതാനുണ്ടായ പ്രചോദനം? അച്ഛൻ രാവിലെ TV നേരം വയനാട് ദുരന്തത്തിൽ പെട്ടത് കണ്ടിട്ട് എന്നിട്ട് എനക്ക് എൻ്റെ കുഞ്ഞിക്കാലത്തെ സ്വർണ്ണമോതിരത്തിൻ്റെ ഓർമ്മ വന്നു. അമ്മേനോടും അച്ഛനോടും ഞാൻ പറഞ്ഞു. അമ്മയും അച്ഛനും സമ്മതിച്ചു. അപ്പോൾ മോനിത് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴുണ്ടായ എന്താണ് അമ്മ അച്ഛനും പറഞ്ഞത്? എൻ്റെ ഡയറി ഫേസ്ബുക്കിലുണ്ട്. ഓക്കെ, ഈ മിടുക്കൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഈ ഡയറിക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച അധ്യാപകനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ മാഷാണ് ഈ ഡയറി ആദ്യമായി കാണുന്നത്. മാഷ് എന്താണ് അത് കണ്ടപ്പോൾ ഉണ്ടായ ഫീല് എന്താണ്? ഞാൻ ഈ നീരവിനെ കുറിച്ചിട്ട് നമ്മുടെ 3ാം ക്ലാസ്സിലെ ഇപ്പോഴത്തെ പുതിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് 3ാം ക്ലാസ്സിൽ പുതുതായി തുടങ്ങിയതാണ് ഈ സർഗാത്മക ഡയറി എന്ന ഒരു പ്രവർത്തനം. അപ്പോൾ നീരവിൻ്റെ ഡയറി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവൻ പ്രത്യേകിച്ചിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായി അവൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ഡയറി നോക്കുമ്പോൾ എനിക്കത് എന്തോ അവൻ ഉൾക്കൊണ്ട പോലെ അത്രയും എനിക്കതൊരു അത്രപ്പോലെ പോലും ഞാൻ ചിന്തിച്ചില്ലോ എന്നൊരു ചിന്ത വന്നു. ഞാനത് ഫേസ്ബുക്കിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ അത് ഫേസ്ബുക്കിൽ നിന്ന് DYFI സംസ്ഥാന സെക്രട്ടറി, അതുപോലെ നമ്മുടെ MP അൻവർ, ഇവരൊക്കെ ഇത് ഷെയർ ചെയ്ത് എല്ലാവരും ഇതിനെ കൂടുതലായി സപ്പോർട്ട് ചെയ്തു. നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനിത ടീച്ചറാണ് ഇത് ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എന്നോടിങ്ങനെ പറഞ്ഞു. എല്ലാ അധ്യാപകരും ഇങ്ങനെ ചെയ്യുന്നതല്ലേ മാഷൊക്കെ, എന്നാൽ അത് ചെയ്തുകൂടെ? ഞാൻ ടീച്ചർക്ക് ഇത് വായിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനത് സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലും വയനാട്ടിലെ ജനതയെ സഹായിക്കാനുള്ള മനസ്സുണ്ട് ചുഴലി ഈസ്റ്റ് ALP സ്കൂളിലെ നീരവ് കൃഷ്ണയ്ക്ക്. കനത്ത മഴയിലും വയനാട് പ്രളയനാളിലും അവധി ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂൾ തുറന്ന ദിവസം 3ാം ക്ലാസ്സുകാരുടെ പുതിയ പാഠ്യപദ്ധതിയായ സർഗാത്മക ഡയറിയിൽ നീരവ് കൃഷ്ണ എന്ന കുഞ്ഞുമിടുക്കൻ ഇങ്ങനെ കുറിച്ചു. രാവിലെ ഞാൻ അച്ഛനോട് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്കും അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ചെയ്യുക? അച്ഛന് പണിയില്ല, അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. അപ്പോഴാണ് എനിക്ക് ഷെൽഫിലുള്ള മോതിരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞു. അവർക്ക് പൂർണ്ണ സമ്മതം. എനിക്ക് സന്തോഷമായി. അമ്മയും ഏട്ടനും എൻ്റെ കൂടെ കൂടി. അങ്ങനെ 4 മോതിരം DYFI പ്രവർത്തകർക്ക് നൽകി. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഈ വാക്കുകളാണ് 3ാം ക്ലാസ്സുകാരൻ ഡയറിയിൽ എഴുതിയത്. അച്ഛൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ സ്വർണ്ണമോതിരം നൽകാനാണ് ഈ കുഞ്ഞു മനസ്സിലെ നന്മ തീരുമാനിച്ചത്. ഇത് ഡയറി പരിശോധിച്ച ചുഴലി ഈസ്റ്റ് ALP സ്കൂൾ അധ്യാപകൻ സുമൻ മാസ്റ്റർ ഈ കുഞ്ഞു മനസ്സിന്റെ വിങ്ങൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് വന്നത് അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. നീരവും ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി 7ാം തരത്തിൽ പഠിക്കുന്ന ഏട്ടൻ നിശാൽ കൃഷ്ണയും ചേർന്ന് 4 സ്വർണ്ണമോതിരമാണ് നൽകിയത്. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യന്റെ വേദനയെ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് നീരവ് കൃഷ്ണ ഡയറിയിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ട ഈ കുരുന്നു മനസ്സിൽ തോന്നിയ ആശയമായിരുന്നു എന്ന് പിതാവ് ബാലൻ പറഞ്ഞു. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം TV വെച്ച് കാണുമ്പം ഈ ഒരാളിങ്ങനെ കൊടുക്കുന്ന കാണുമ്പോൾ അവനൊരു താല്പര്യം തോന്നി കൊടുക്കണമെന്ന്. അപ്പോൾ എന്നോട് രാവിലെ ചോദിച്ചു, അച്ഛൻ അമ്മ കൊടുക്കണമെന്നില്ല ആഗ്രഹമുണ്ട്, എന്താ കൊടുക്കുക, അച്ഛൻ പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അച്ഛന് പണിയൊന്നുമില്ല, എന്നയ്യ ഇന്നലാന്ന്
അവൻ്റെ മനസ്സിലെ ചെറിയ ഒരു ഓർമ്മ വന്നത് അവന് ബാല്യകാലത്ത് കിട്ടിയ ചെറിയ മോതിരങ്ങൾ ഷെൽഫിലുണ്ട് എന്നുള്ളത്. അത് കൊടുത്തോട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിൻ്റെ താല്പര്യം പോലെ, നിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അത് കൊടുത്തോ അച്ഛൻ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണ് ഒരു ദിവസം നമ്മളെ DYFI മേഖലാ കമ്മിറ്റി അവരെ വീട്ടിലേക്ക് വിളിച്ച് അവരെ മുമ്പിൽ കൈമാറുന്നത്. നീരവ് കൃഷ്ണയും നിശാൽ കൃഷ്ണയും വർത്തമാനകാല കേരള സമൂഹം ചർച്ച ചെയ്യുമ്പോൾ DYFI നിർമ്മിച്ചു നൽകുന്ന 25 വീടുകൾക്കുള്ള ധനശേഖരണത്തിൽ DYFI ചുഴലി മേഖലാ കമ്മിറ്റിയുടെ സഹായനിധിയിലേക്ക് സ്വർണ്ണമോതിരം ഈ മിടുക്കൻ കൈമാറിയത്. വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് DYFI കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ 25 വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്രി വിറ്റും മത്സ്യം വിറ്റും ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ ഫണ്ട് DYFI സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലേക്ക് DYFIയുടെ ചുഴലി മേഖലയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലേക്കാണ് ഈ ചുഴലി ഈസ്റ്റ് ALP സ്കൂളിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നീരവ് കൃഷ്ണയും ചുഴലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള നിശാൽ കൃഷ്ണയും തങ്ങളുടെ 4 സ്വർണ്ണമോതിരങ്ങൾ DYFIയുടെ ഈ ഒരു സ്നേഹനിധി ചലഞ്ചിലേക്ക് നൽകിയിട്ടുള്ളത്. ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ കുട്ടികൾ എടുത്തിട്ടുള്ളത്. ഇത്രയും ചെറിയ കുട്ടികൾ തങ്ങളുടെ സഹജീവികളോട് കാണിക്കുന്ന കരുതൽ വരുന്ന ആളേക്കുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കുട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഇതിനോടകം ഈ കൊച്ചുമിടുക്കൻ്റെ ഡയറിക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കഴിഞ്ഞു. ഇത്തരം കുഞ്ഞു മനസ്സുകളിൽ അക്ഷരങ്ങളായി മാത്രമല്ല പിന്തുണയുമായി ഒരു കുടുംബം തന്നെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വയനാട്ടിൽ നമ്മൾ തോൽക്കുക? ക്യാമറമാൻ ഷിജു കോട്ടൂരിനൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താര വിഷൻ. ഗോപാലേട്ടാ, ഒരു ചായ ചൂടായിട്ട് എന്തുകൊണ്ട്? ഞാനുണ്ട്, ബാ. കൊള്ളാമല്ലോ, ചൂടായിട്ടൊന്നിങ്ങ് എടുത്തോ. തരാം. ചേട്ടാ, ചായ അടിക്കണ്ട കേട്ടോ. വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും. ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ. അത് സത്യം. അതാണ് ഈ ഗോപാലൻ ചേട്ടന്റെ കൈപ്പുണ്യം. ഇതേ കൈപ്പുണ്യൊന്നുമല്ല, കർഷകശ്രീ പാലിന്റെ ഗുണമാ. അത് ശരിയാ, കർഷകശ്രീ മിൽക്ക് വന്നതിന് ശേഷം നല്ല തിരക്കാം. ആണോ? ചുമ്മാതല്ല, കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ. എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ, കർഷകശ്രീ മിൽക്ക്. ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ, നാടിന്റെ മുഖശ്രീ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ.